സോ ഹലോ ഗായ്സ്, കൊനാമി നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന കുറച്ച് വെർത്തായ പ്ലേയേഴ്സിൻ്റെ കാർഡിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഇതിൽ ഞാൻ ആദ്യം തന്നെ പറയുന്നത് നിക്കോ വില്യംസിൻ്റെ ഈ കാർഡാണ്. ഈ കാർഡ് നിങ്ങളുടെ കൈക്കലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ലെഫ്റ്റ് വിങ്ങായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യാം. രണ്ട് വിങ്ങിലും കളിപ്പിക്കാൻ പറ്റിയ നല്ലൊരു കാർഡാണ്. ആളുടെ പ്ലേ സ്റ്റൈലുള്ളത് പ്രൊഫൈലിക് വിങ്ങറാണ്. പിന്നെ മൂപ്പരെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ ഡ്രിബിളിങ്ങും 93 ഉണ്ട്, പിന്നെ സ്പീഡുണ്ട്, ആക്സലറേഷൻ ഉണ്ട്. നിങ്ങൾക്കൊരു വിങ്ങിലിട്ട് ഡ്രിബിൾ ചെയ്ത് കളിപ്പിക്കാൻ പറ്റിയൊരു നല്ലൊരു കാർഡാണ്. പിന്നെ ഡബിൾ ടച്ച് പോലത്തെ നല്ല നല്ല സ്കില്ലുകളും ഉണ്ട്. എൻ്റെ സ്ക്വാഡിൽ കളിച്ചിട്ട് 316 കളിയാണ് ഞാൻ കളിപ്പിച്ചത്. അതിൽ 42 ഗോൾ, 24 അസിസ്റ്റ്. പക്ക പെർഫെക്ഷൻ എപ്പിക് ലെവൽ പെർഫോമൻസ് കാഴ്ചവെക്കുന്നുണ്ട്. ഇതിൽ ഞാൻ രണ്ടാമതായി ചൂസ് ചെയ്യുന്നത് എംബാപ്പയുടെ ഈ ഫ്രാൻസിലുള്ള ഈ ഫ്രീ ടൈപ്പ് കാർഡാണ്. ആൾ ഗോൾ പൗച്ചറാണ്. നല്ല രീതിയിൽ നമുക്ക് സെൻട്രൽ ഫോർവേഡ് കളിപ്പിക്കാൻ പറ്റിയ ഒരു അടിപൊളി കാർഡാണ്. ആളുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ അറ്റാക്ക് ആവറേജ് 91 ഉണ്ട്, പിന്നെ ഫിനിഷിങ് 89 ഉണ്ട്, സ്പീഡ് 92, ആക്സലറേഷൻ 95, ബാലൻസ് 90. നല്ലൊരു CF ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ കാർഡാണ്. ഈ കാർഡ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നല്ലൊരു പ്രോഗ്രഷൻ വെച്ച് നിങ്ങൾക്ക് CF കളിപ്പിക്കാം. ആൾക്ക് സ്കില്ലായിട്ട് ചോപ്പ് ടേൺ, ഡബിൾ ടച്ച്, അക്രോബാറ്റിക് ഫിനിഷിംഗ് എല്ലാം ഉണ്ട്. പെനാൽറ്റി സ്പെഷ്യാലിസ്റ്റാണ്. മൂന്നാമത് ഞാൻ ചൂസ് ചെയ്യുന്നത് ബെക്കാമിൻ്റെ ഈ ഡെയിലി ഗെയിം ബോക്സിലുള്ള ഈ കാർഡാണ്. നല്ല വെർത്തായിട്ടുള്ള കാർഡാണ്. ഓർക്കസ്ട്രക്ചറാണ്. നമുക്ക് സെൻട്രൽ മിഡ്ഫീൽഡായിട്ടും റൈറ്റ് മിഡ്ഫീൽഡായിട്ടും കളിപ്പിക്കാൻ പറ്റിയ നല്ലൊരു വെർത്തായിട്ടുള്ള കാർഡാണ്. ആളുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിലും ലോ പാസ്സായാലും ലോഫ്റ്റഡ് പാസ്സായാലും 101, പിന്നെ സെറ്റ് പീസ് ടേക്കിംഗ് 93, കേളിൽ 90. നമുക്ക് ഔട്ട്സൈഡ് ബോക്സിൽ നിന്നെല്ലാം കേളിലടിച്ച് ഗോളാക്കാൻ പറ്റിയ നല്ലൊരു വെർത്തായ കാർഡ് തന്നെയാണ്. നല്ല ലോങ് റേഞ്ച് കാർഡ്, ഡിപ്പിംഗ് ഷോട്ട്, ലോങ് റേഞ്ച് ഷൂട്ടിംഗ്, ത്രൂ പാസ്, വെയിറ്റഡ് പാസ്, പിൻ പോയിൻറ്റ് ക്രോസിംഗ് പോലത്തെ നല്ലൊരു സ്കില്ലുമുണ്ട്. നല്ലൊരു വെർത്തായി ഉപയോഗിക്കാൻ പറ്റിയൊരു കാർഡാണ്. നാലാമതായി ഞാൻ ചൂസ് ചെയ്യുന്നത് ഈ ഡെയിലി ഗെയിമിലുള്ള ടോണി ആദംസിൻ്റെ ഈ കാർഡാണ്. ഡിസ്ട്രോയറായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ നല്ലൊരു സെൻട്രൽ ബാക്ക് കാർഡ് തന്നെയാണ്. ആളുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിലും അടിപൊളി സ്റ്റാറ്റസ് തന്നെയാണ്. ഡിഫൻസീവ് അവർനെസ് ആയാലും ടാക്ലിംഗ് ആയാലും അഗ്രഷൻ ആയാലും ഡിഫൻസീവ് എൻജോയ്മെൻ്റ് ആയാലും എല്ലാം ആൾ പൊളി തന്നെയാണ്. സ്റ്റാമിന ആയാലും ഫിസിക്കൽ കോണ്ടാക്റ്റിലൊന്നും ആൾ കുഴപ്പമില്ല. നല്ലൊരു രീതിയിൽ ഹെഡിങ് ആയാലും ലോഫ്റ്റഡ് പാസ്, മാൻ മാർക്കിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു കാർഡ് തന്നെയാണ് ഈ ടോണി ആദംസിൻ്റെ ഈ ഡെയിലി ഗെയിം കാർഡ്. അഞ്ചാമതായി ഞാൻ ചൂസ് ചെയ്യുന്നത് അംഗ്ലോ കാൻഡയുടെ ഈ ഫ്രാൻസ് കാർഡാണ്. DMF നമ്മുടെ ഡെയിലി ഗെയിം ബോക്സിലുള്ള ഈ കാർഡ് നല്ലൊരു വെർത്തായ കാർഡ് തന്നെ പറഞ്ഞു. ബോക്സ് ടു ബോക്സായി കളിപ്പിക്കാൻ DMF ആയാലും CMF ആയാലും നല്ലൊരു വെർത്തായ കാർഡ് തന്നെയാണ്. ആളുടെ സ്റ്റാറ്റസ് ആണെങ്കിൽ അടിപൊളി തന്നെയാണ്. ഡിഫൻസ് അവർനെസ്സും ടാക്ലിങ്ങും അഗ്രഷനും എല്ലാം നമുക്ക് നോക്കാൻ ടോണി ആദംസിനേക്കാൾ ഒന്നുകൂടി ബെറ്റർ തന്നെയാണ് ആളുടെ സ്റ്റാറ്റസ്. എന്നാൽ രണ്ടുപേരും വെർത്തായി കളിക്കുന്ന പ്ലേ സ്റ്റൈൽ തന്നെയാണ്. DMFൽ കളിപ്പിക്കാൻ പറ്റിയ നല്ലൊരു വെർത്ത് പ്ലെയർ തന്നെയാണ്. CMF ആണ് അടിപൊളിയായിട്ട് കളിപ്പിക്കേണ്ട പൊസിഷൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആറാമതായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് റോഡ്രിയുടെ ഈ കാർഡാണ്. ഈ കാർഡ് നല്ല വെർത്ത് തന്നെ പറയണം. ആങ്കർമാൻ ആണ്. ലോങ് ബോൾ എക്സ്പേർട്ട് ആയാലും ലോങ് റേഞ്ചർ ആയാലും പ്ലേ സ്റ്റൈലിങ്ങിൽ മൂപ്പരെ കളിപ്പിക്കാൻ പറ്റും. സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിലും കുഴപ്പമില്ലാത്ത സ്റ്റാറ്റസ് തന്നെയാണ്. നമുക്ക് നോക്കാം. പിന്നെ സോളോ കൺട്രോൾ ആയാലും റൈസിങ് ഷോട്ട് ആയാലും ലോങ് റേഞ്ച് ഷോട്ട് ആയാലും വൺ ടച്ച് പാസ്, ത്രൂ പാസിങ് നല്ലൊരു DMFൽ ആങ്കർമാനായിട്ട് കളിപ്പിക്കാൻ പറ്റിയ നല്ലൊരു കാർഡ് തന്നെയാണ്. ഏഴാമതായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്നത് കൗണ്ടയുടെ ഈ ബാർസലോണയുടെ ഈ കാർഡാണ്. നല്ല വെർത്ത് തന്നെ പറയണം. റൈറ്റ് ബാക്കിൽ നമുക്ക് ഡിഫൻസീവ് ഫുൾ ബാക്കായി പ്ലേ സ്റ്റൈലിൽ കളിപ്പിക്കാൻ പറ്റിയ നല്ലൊരു വെർത്ത് കാർഡ് തന്നെയാണ് ഇത്. ആളുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിലും കുഴപ്പമില്ലാത്തൊരു സ്റ്റാറ്റസ് ഉണ്ട്. ബട്ട് പ്ലേ സ്റ്റൈൽ ഒന്നും പറയാനില്ല, നല്ല വെർത്ത് തന്നെയാണ്. ഏതൊരാൾക്കും നല്ല രീതിയിൽ റിവ്യൂ പറയാൻ പറ്റിയ നല്ലൊരു കാർഡ് തന്നെയാണ് കൗണ്ടയുടെ ഈ ബാർസലോണ കാർഡ്. എട്ടാമതായി ഞാൻ ചൂസ് ചെയ്യുന്നത് നെയ്മർ ജൂനിയറുടെ ഈ കാർഡാണ്. സാൻഡോസ് FC കാർഡ് നമുക്ക് ഡെയിലി ഗെയിം ബോക്സിൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് കിട്ടിയ കാർഡ് തന്നെയാണ്. എൻ്റെ ഈ സ്റ്റാറ്റസ് തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാം. 595 മാച്ചിൽ 251 ഗോൾസ് ആൻഡ് 104 അസിസ്റ്റ്. മൂപ്പര് ഡീപ്പ് ലൈനിങ് ഫോർവേഡാണ്. നമുക്കൊരു SSCF മോഡൽ കളിപ്പിക്കാൻ പറ്റിയ പ്ലെയർ തന്നെയാണ്. ഒരു ലെഫ്റ്റ് വിങ് ആയാലും നല്ല രീതിയിൽ കളിക്കുന്ന ഒരു വെർത്തായിട്ടുള്ള കാർഡ് തന്നെയാണ്. അറ്റാക്കിംഗ് അവറൻസ് നോക്കിയാലും ഡ്രിബിളിങ് നോക്കിയാലും ഫിനിഷിങ് നോക്കിയാലും എല്ലാം ഒരു വെർത്ത് തന്നെയാണ്. ആളുടെ ബാലൻസും ഉണ്ട്, പോരായിട്ട് ആക്സലറേഷൻ, സ്പീഡ് എല്ലാം ഒരു വെർത്ത് തന്നെയാണ്. സ്കില്ല് നോക്കിയാൽ തന്നെ കാണാം. ഡബിൾ ടച്ച്, ഫ്ലിപ്പ് ഫ്ലാപ്പ് എല്ലാം പോലത്തെ നല്ല നല്ല സ്കില്ലുകളുള്ള നല്ലൊരു വെർത്ത് തന്നെ പറയേണ്ട കാർഡ് തന്നെയാണ്. എടുത്തു പറയാനുള്ള ഒരു കാർഡ് തന്നെയാണ് നെയ്മർ ജൂനിയറുടെ ഈ കാർഡ്.
9ാമതായിട്ട് ഞാൻ ചൂസ് ചെയ്യുന്ന കാർഡ് ബെല്ലിംഗാമിൻ്റെ ഈ കാർഡാണ്, ഇംഗ്ലണ്ട് കാർഡ്. ആളുടെ പ്ലേ സ്റ്റൈൽ ക്രിയേറ്റീവ് പ്ലേ മേക്കറാണ്. പ്ലേ മേക്ക് ചെയ്ത് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ ഇടാൻ പറ്റിയ നല്ലൊരു കാർഡ് തന്നെ പറയണം. നമുക്ക് പ്ലെയർ ഓഫ് ദി വീക്ക് ബോക്സിൽ വന്ന ഒരു കാർഡ് തന്നെയാണ്. മൂപ്പരുടെ സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ലാത്ത സ്റ്റാറ്റസ് തന്നെയാണ്. എന്നാൽ എടുത്തു പറയാനുള്ള കളി തന്നെയാണ് കാഴ്ചവെക്കുന്ന നമ്മുടെ സ്കോഡിൽ. ഫിസിക്കാലിറ്റി, ഡബിൾ ടച്ച്, ഫുട് ഫ്ലാപ്പ്, സോളോ കൺട്രോൾ, റൈസിംഗ് ഷൂട്ട്, അക്രോബാറ്റിക് ഫിനിഷ്, ഫസ്റ്റ് ടൈം ഷോട്ട്, വൺ ടച്ച് പാസ് പോലത്തെ നല്ല നല്ല സ്കില്ലുകളുമുണ്ട്. വെറുത്ത് പറഞ്ഞാൽ നല്ലൊരു പ്ലേ സ്റ്റൈൽ തന്നെയാണ് അറ്റാക്കിംഗ് മിഡ്ഫീൽഡിൽ മൂപ്പര് കളിക്കുന്നത്. 10ാമതായി ഞാൻ പറയുന്നത് ചൗമനിയുടെ ഈ മാച്ച് പാസിൽ വന്നിട്ടുള്ള ഈ കാർഡ് തന്നെയാണ്. DMF മോഡൽ ആങ്കർമാനെ കളിപ്പിക്കാൻ പറ്റിയ ബെസ്റ്റ് കാർഡ് തന്നെ പറയണം. ദ എപ്പിക് ലെവൽ പെർഫോമൻസ് ആൻഡ് എടുത്തു പറയാനുള്ളൊരു കാർഡ് തന്നെയാണ് ഈ കാർഡ്. നല്ല രീതിയിൽ പെർഫോമൻസ് തരും, നമ്മുടെ സ്കോഡിലൊക്കെ വെക്കാം. ഡിവിഷനൊക്കെ പുഷ് ചെയ്യുന്നവർക്ക് ഈ കാർഡിനെ കുറിച്ച് നല്ല അഭിപ്രായം തന്നെ ഉണ്ടാകും. കാരണം അത്രയ്ക്ക് എപ്പിക് ലെവൽ പെർഫോമൻസ് തരുന്ന ഒരു കാർഡ് തന്നെയാണ് ചൗമനിയുടെ ഈ മാഡ്രിഡ് കാർഡ്. അപ്പോൾ ഗൈസ്, നമ്മൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നമ്മുടെ സബ്സ്ക്രൈബൊക്കെ വളരെ കുറവാണ്. ഒരു 1K സബ്സ്ക്രൈബായി നമ്മളൊരു അക്കൗണ്ട് ഗിവ് അവേ ആയി നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.